ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ്, അതായത് നിങ്ങളെ ലാപ്ടോപ്പ് ആയിരിക്കെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ലാപ്ടോപ്പ് അങ്ങനെ തന്നെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഫുൾ ഫോർമാറ്റ് ചെയ്യുക. ഫുള്ള് ഫോർമാറ്റ് ചെയ്യും. വിൻഡോസ് അങ്ങനെ തന്നെ ഫോർമാറ്റ് ചെയ്യുക. എന്നിട്ട് പറയുക, ഇപ്പം നിങ്ങളെ ഇതിൻ്റെ അകത്ത്, അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് 2 പാർട്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് സിയും ഡിയും ഇയും എല്ലാമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പാർട്ടീഷനാക്കി, അതായത് സി ഡ്രൈവ് മാത്രം ആക്കിയിട്ട് തരാൻ പറയുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക പറഞ്ഞെങ്കിൽ, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞെങ്കിൽ, നിങ്ങളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങൾ ഡാറ്റയെല്ലാം ഫസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക പറഞ്ഞാൽ നിങ്ങൾ ആ ഫോൾഡറിൻ്റെ പേര് ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി വെക്കാം. എന്നിട്ട് എന്താക്കുക, ലാപ്ടോപ്പ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതേ ഫോൾഡർ പുതിയ ലാപ്ടോപ്പിൽ, അതായത് പുതിയ വിൻഡോസിൽ അതേ ഫോൾഡറും കൂടി ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ടൊരു 2-3 വെറുതെ ഏതെങ്കിലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ് അതിലേക്ക് സെൻഡ് ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫോൾഡർ അറിയോ, നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയ ഫോൾഡർ ഉണ്ടായിരുന്നോ അതെല്ലാം റിക്കവറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതേ ഡ്രൈവ് ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അത് റിക്കവർ ചെയ്ത് കിട്ടും. മറ്റ് നമ്മളിപ്പം ഫോർമാറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതേ പേര് കൊടുക്കുമ്പം അത് റീറൈറ്റ് ആയി. അപ്പോൾ എന്തായി, നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫയൽ മാത്രമേ ആർക്കെങ്കിലും റിക്കവറി അയക്കുമ്പോൾ കിട്ടുള്ളൂ. അല്ലാണ്ട് റിക്കവറി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫയൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ റിക്കവറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഫയൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ആ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ആ പഴയ ഫോൾഡർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് ചെയ്യുക, അതുകൂടാതെ വിൻഡോസ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക, അതുകൂടാതെ അതേ ഫോൾഡർ തന്നെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെ ഫയലൊന്നും വേറൊരാൾക്ക് കിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കുറേ ആൾക്കാരെ ലാപ്ടോപ്പ് ഇങ്ങനെ കണ്ടു ഞാൻ, ഫയലൊന്നും കളയാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും നിങ്ങളെ ലാപ്ടോപ്പ് മൊത്തം ഫോർമാറ്റ് ചെയ്തിട്ട് മാത്രമേ വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായി നാളെ എത്തും. ഓക്കെ, ബൈ.